നമ്മുടെ വ്യക്തി ജീവിതത്തിലും കുടുംബങ്ങളിലുമൊക്കെ പതിവായി പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പലരും ക്ഷേത്രങ്ങളിലും ആരാധനാലയങ്ങളിലുമൊക്കെ പോകും. ഹൈന്ദവ വിശ്വാസികളാണെങ്കിൽ പ്രശ്നപരിഹാരത്തിന് പൂജ നടത്താറുണ്ടല്ലേ? കർണാടക സ്വദേശിനിയായ വീട്ടമ്മ അങ്ങനെയാണ് തൃശ്ശൂർ പെരിങ്ങോട്ടുകരയിലെ പ്രശസ്തമായ ദേവസ്ഥാനം ക്ഷേത്രത്തിലെത്തിയത്. അവിടെ എത്തിയപ്പോൾ പൂജാരിയായ അരുൺ അവരുടെ ഫോൺ നമ്പർ വാങ്ങി. പിന്നീട് രാത്രിയിൽ പതിവായി വീഡിയോ കോൾ ചെയ്യാൻ തുടങ്ങി. നഗ്നയായി മുന്നിലെത്തിയാൽ എല്ലാ പ്രശ്നങ്ങളും തീരുമെന്ന് പറഞ്ഞു. അനുസരിച്ചില്ലെങ്കിൽ മന്ത്രവാദം ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തി. പിന്നീട് പീഡിപ്പിക്കാനും ശ്രമിച്ചു. വീട്ടമ്മ നൽകിയ പരാതിയിൽ പൂജാരി അരുണിനെ കർണാടക പോലീസ് അറസ്റ്റ് ചെയ്തു. ക്ഷേത്രത്തിലെ മുഖ്യ പൂജാരിയായ മറ്റൊരു പ്രതി ഉണ്ണി ദാമോദരൻ ഒളിവിലാണ്. എന്നാൽ പരാതിക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. കുടുംബ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന കർണാടക സ്വദേശിയായ യുവതി കേരളത്തിലെ പെരിങ്ങോട്ടുകര ക്ഷേത്രത്തെക്കുറിച്ച് കേട്ടിരുന്നു. അവിടെ പൂജ നടത്താനെത്തിയതാണ്. പൂജ നടത്താൻ അരുൺ 24,000 രൂപ ആവശ്യപ്പെട്ടു. ശേഷം യുവതിയുടെ നമ്പറിലേക്ക് രാത്രി വിളിച്ച് ശല്യം ചെയ്യുകയും വാട്സപ്പ് വീഡിയോ കോളുകൾ വഴി സ്ത്രീയോട് മോശമായി പെരുമാറുകയും ചെയ്തു. നഗ്നയായി വീഡിയോ കോളിൽ വന്നില്ലെങ്കിൽ കുട്ടികളെ അപായപ്പെടുത്തുമെന്നും ഭീഷണിപ്പെടുത്തിയതായും യുവതി പരാതിയിൽ പറയുന്നു. പൂജാരിയുടെ നിർദ്ദേശപ്രകാരം തൃശൂരിലെത്തിയ യുവതിയെ കാറിൽ വെച്ച് പൂജാരിമാരായ അരുണും ഉണ്ണി ദാമോദരനും ചേർന്ന് ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്നാണ് പരാതി. ഉണ്ണിയും യുവതിയും തമ്മിലുള്ള ഓഡിയോ സന്ദേശവും പുറത്തു വന്നു. ಫ್ರೈಡೇ ಈವ್ನಿಂಗ್ ಫ್ರೆಂಡ್ ಅವರದ್ದು ಇಲ್ಲ ಇಲ್ಲ എനിക്ക് റൂമെല്ലാം അങ്ങ് தெரியாது. കർണാടക ബെല്ലന്തൂർ പോലീസാണ് തൃശൂരിൽ നിന്നും അരുണിനെ അറസ്റ്റ് ചെയ്തത്. പരാതിക്ക് പിന്നിൽ മറ്റു ഗൂഢാലോചനയുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. മറ്റൊരു പ്രതി ഉണ്ണി ദാമോദരനായി അന്വേഷണം ഊർജിതമാണ്. ന്യൂസ് 18 കൊച്ചി.